തുലാവർഷ പെയ്ത്തിൽ ഇടുക്കിയിലുണ്ടായത് പ്രളയ സമാന സാഹചര്യം. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പെയ്ത മഴയിൽ ജില്ലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. കട്ടപ്പന VT നഗറിൽ ഉരുൾപൊട്ടി. അനിയന്ത്രിതമായ ജലനിരപ്പിനെ തുടർന്ന് കല്ലാർപ്പുഴ കരകവിഞ്ഞൊഴുകി. അടിയന്തര സാഹചര്യം നേരിടാൻ വിവിധ വകുപ്പുകൾക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. അസാധാരണ സാഹചര്യമാണ് മുല്ലപ്പെരിയാറിലേതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അപ്രതീക്ഷിതമായാണ് തുലാമഴ ജില്ലയിൽ നാശം വിതച്ചത്. നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും മലവെള്ളപ്പാച്ചിലിൽ ഹൈറേഞ്ച് നടുങ്ങി. കട്ടപ്പന VT നഗറിൽ ഉരുൾപൊട്ടി. നെടുങ്കണ്ടം കല്ലാറിൽ ടെമ്പോ ട്രാവലർ ഒലിച്ചുപോയി. മുണ്ടിയരിമേലിയിലും തൂക്കുപാലത്തും ബാലഗ്രാമിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. താന്നിമൂട് പാലം വിണ്ടുകയറി. അനിയന്ത്രിതമായി ജലനിരപ്പുയർന്ന കല്ലാർപ്പുഴ കരകവിഞ്ഞൊഴുകി. ഞങ്ങൾ 4 മണിക്ക് വരുമ്പം ഈ കടയ്ക്കകത്ത് വെള്ളം കയറി. പിന്നെ പാലത്തിന്റെ രണ്ടാമത്തെ കൈവരി വരെ നിറച്ച് വെള്ളമായിരുന്നു. വലിയ വെള്ളമായിരുന്നു, ഭയങ്കര വെള്ളമായിരുന്നു, പേടിച്ചു പോയ വെള്ളമാണ്. 83-ൽ വെള്ളം ഉണ്ടായി. അത് പിന്നെ ഇന്നാണ് ഉണ്ടാകുന്നത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയിലാണ് വെള്ളം അതേപോലെ കുത്തി പറയുകയായിരുന്നു. ജില്ലാ ഭരണകൂടം മഴക്കെടുതിയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചു. എങ്ങനെ പോയാലും ഒരു 10 രൂപ മേളിൽ 10 ലക്ഷം രൂപ കായ്ക്ക് മാത്രം പോയിട്ടുണ്ട്. പിന്നെ കുരുമുളക് പോയി, കാപ്പിക്കുരു ഉണ്ടായിരുന്നു, ചീര് എല്ലാം പോയി. ന്യൂസ് പേപ്പർ എല്ലാം നനഞ്ഞു പോയി. എല്ലാ സാധനം നനഞ്ഞ് നാശമായി പോയി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി കളയാനേ പറ്റത്തുള്ളൂ. ജില്ലയിൽ അഡ്വഞ്ചർ ടൂറിസത്തിനും തടാകങ്ങളിലും പുഴകളിലും മത്സ്യബന്ധനം നടത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് ഉള്ളതിനാൽ കനത്ത ജാഗ്രതയിലാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം. മീഡിയ 1 ഇടുക്കി.